ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചിക്കൻ്റെ പീസ് മാത്രം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടിക്കോളും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്പൈസസ് ആയിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് പിന്നെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പാലെടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ് കപ്പിന്. അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാ ഫില്ലിങ്ങിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫില്ലിങ്ങാണിത്. ആ പാലൊക്കെ അവിടെ വെട്ടണ നേരം കൊണ്ട് നമുക്കിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നമ്മൾ അരിപ്പൊടിയൊക്കെ വാട്ടിയെടുക്കണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല ചൂടാണ്. അപ്പോൾ ചൂടോടൊക്കെ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് പൊട്ടാറ്റോ സ്മാഷർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് റേപ്പർ വെച്ചിട്ട് ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ബൗൾ എടുത്തിട്ട് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ടൊരു കുക്കിംഗ് കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ പാത്രത്തിൻ്റെ അടുപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക.
നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ നന്നായിട്ട് അവിടെ ഒട്ടിക്കിട്ടും. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കുക. നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ അത്. എന്നിട്ട് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ടും ഉണ്ടാക്കാനായിട്ടും നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സ്നാക്കാണ്, ഹാഫ് മൂൺ സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.